അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ. ഒന്നാമത്തെ ഒരു ബ്ലാക്ക് സ്പോട്ട് നമ്മളിപ്പോൾ കണ്ടതേയുള്ളൂ, അത് കോഴിക്കോട്ടാണ്. മഞ്ചേരിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ്? സുജ, ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ മഞ്ചേരി കാരാപ്പറമ്പ് ഞാവലിങ്കലാണ്. ഇവിടെ ഒന്നിലധികം ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റോഡ് മഞ്ചേരി അരീക്കോട് റോഡ്, കാണാൻ നല്ല സുന്ദരമായ റോഡാണ്. പക്ഷേ ഈ സുന്ദരമായ റോഡിൽ വലിയ തോതിൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ റോഡിൻ്റെ തുടക്ക ഭാഗത്താണ് ചെട്ടിയങ്ങാടി. കഴിഞ്ഞ മാസം ഒരു ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട 5ഓളം പേരുടെ ജീവൻ ഒരേ സമയം തന്നെ നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായി. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് ഏതാനും മാസം മുമ്പ് ഒരു വയോധികൻ്റെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത് തന്നെ ഒരു ബൈക്ക് യാത്രികൻ്റെ ജീവൻ നഷ്ടമാവുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പ്രദേശം. ഇവിടുത്തെ പറയുന്നതനുസരിച്ച് റോഡിൻ്റെ അശാസ്ത്രീയത തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്നാണ്. അതിന് പ്രത്യേകിച്ച് പറയുന്നത്, ഈ റോഡിൻ്റെ മറുഭാഗത്ത് നിന്നും ഒരു മഴ പെയ്താൽ വെള്ളം വലിയ തോതിൽ റോഡിലേക്ക് ഒഴുകിയെത്തുന്നു. റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതോടെ തന്നെ പിന്നീട് വേഗതയിൽ എത്തുന്ന വാഹനങ്ങളൊക്കെ തന്നെ തെന്നി രണ്ട് ഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത്ര കാഴ്ചകൾ ഇവിടെ നിത്യ സംഭവമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പറയുന്നത്. ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടത്തിന് കാരണമെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇവിടെയുള്ള പരിസരവാസികൾക്ക് തന്നെ വലിയ ഭീഷണി നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഡ്രെയിനേജൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഉണ്ടായ അപകടങ്ങളുടെ ബാക്കി പാത്രമാണ് അതൊക്കെ തന്നെ. സമാനമായി തന്നെ ഇതിൻ്റെ സമീപത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകളും ഒക്കെ തന്നെ ഇത്തരത്തിൽ നിരന്തരം വാഹനം ഇടിച്ച് തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമുള്ള അത്രത്തോളം ദിവസം ഇവിടെ വാഹനം അപകടങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ കൂടിയുണ്ട്. ഇവരൊക്കെ സൂചിപ്പിക്കുന്നത് അത്ര തന്നെയാണ്. ഇത്തരത്തിൽ നിരന്തരമായ അപകടം ഉണ്ടാകുന്നു എന്നുള്ളത്. ഇവിടെ നമ്മുടെ കൗൺസിലറുണ്ട്, നമുക്ക് ഇവിടുത്തെ വാർഡ് അംഗമാണ്. എന്താണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടാകുന്ന ഒരു കാരണം? അപകടം ഉണ്ടാകാനുള്ള കാരണം ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ്. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാവണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെള്ളം വരുമ്പോൾ അപകടം ഉണ്ടാവണത് അവിടെ. അതൊരു അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ അപകടം ഇല്ലാത്ത ദിവസം ഇവിടെ ഒരു 10-30ഓളം അപകടങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു, ചെറുതും വലുതായിട്ട്. ഒരു 2 മരണം ഉണ്ടായില്ല. ഒരു കുട്ടി വിദ്യാർത്ഥി ഇവിടെ മരിച്ചു, 3 സ്ത്രീ മരിച്ചു. ഡെയിലി അപകടം ഇടയ്ക്കിടയ്ക്ക് അപകടം ഉണ്ടായി. മഴ പെയ്താൽ മാത്രമേ അപകടം ഉണ്ടാവുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള ഈ പ്രവൃത്തിയാണ് നമുക്ക് പറയാനുള്ളത്. വലിയ തോതിൽ പരാതികളൊക്കെ ആളുകൾ കൊടുത്തിരുന്നു. പരാതി ഇവിടെ ഇഷ്ടംപോലെ കൊടുത്തിരുന്നു. KSTP ഓഫീസിലും അതുപോലെ തന്നെ ശ്രീധന്യയിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ നടന്നതാണ്. പക്ഷേ നേരത്തെ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളം ഡ്രെയിനേജിലേക്ക് ഒഴുകുന്നതിന് പകരം വെള്ളം റോഡിൻ്റെ നടുവിലേക്കൂടെ ഒഴുകി വരുന്ന സമയത്ത് അധികം ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് തന്നെ മഴക്കാലത്താണ്. 2 മരണം നടന്നതും ഈ മഴക്കാലത്ത് തന്നെയാണ്. നല്ല റോഡും അമിതമായ വേഗതയും ചെറുതായി അതിനൊരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം ഡ്രെയിനേജിലേക്ക് ഒഴുകി പോകാത്തതിൻ്റെ പ്രധാന കാരണം റോഡിൻ്റെ മേലെയാണ് സൈഡിലുള്ള വിരിച്ചിട്ടുള്ള കട്ട വിരിച്ചിട്ടുള്ളത്. ഈ കട്ട ചെരിച്ച് വിരിക്കുന്നതിന് പകരം റോഡിനേക്കാൾ ഹൈറ്റിലാണ് കട്ട വിരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രയാസവും അതിൻ്റെ ബുദ്ധിമുട്ടും ഈ ചൈതന്യക്കാരെ ബോധ്യപ്പെടുത്തിയിരുന്നു. അത് പ്രകാരം അവർ മുകളിൽ 2 ചാല് കീറിയിട്ടുണ്ട്. ഈ ചാലും ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. ആ ചാല് വീണിട്ട് വല്ല ബൈക്കും മറിയാനുള്ള സാധ്യതയും കൂടുതലാണ്. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും അഷ്കർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അപകടം പതിയിരിക്കുന്ന നിരത്തുകൾ അതാണ് നമുക്ക് ഓരോ ഇടത്തും കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കരുതൽ നമുക്കും വേണം, അതുപോലെ വാഹനം ഓടിക്കുന്നവർക്കും വേണം, ഈ വഴികളൊക്കെ തയ്യാറാക്കുന്നവർക്കും വേണം.